ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇന്നാണ് നമ്മുടെ കല്യാണം. അപ്പോൾ ഞാൻ സാരിയൊക്കെ സെറ്റാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. മക്കളുടെ ഉടുപ്പൊക്കെ രാവിലെ തന്നെ എടുത്തിട്ട് രാവിലെ 10 മണിക്ക് മുമ്പ് ചെക്കൻ ഇറങ്ങും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അവിടെ എത്തണം, നമുക്ക് ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞേക്കണത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, സാരി കൊടുത്ത് സെറ്റായിട്ട് വെക്കണേന്. അപ്പോൾ ഇമ്പ്രൂവ് ആയവരൊക്കെ ഫോട്ടോ എടുക്കാൻ പോലും ടൈം കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ വേഗം ഇറങ്ങലായി എന്ന് വെച്ചാൽ പിള്ളേരെയൊക്കെ ഭക്ഷണങ്ങളൊക്കെ ചെറുതിന് എന്തെങ്കിലും കൊടുക്കറ്റേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നീട് അവർക്ക് തിന്നോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടല്ല. അപ്പോൾ വാപ്പാൻ്റെ കൂടെ നിന്നത് എനിക്ക് ഫ്രണ്ടിലിരിക്കുക, മക്കൾക്ക് രണ്ടുപേർക്കും ഫ്രണ്ടിലിരിക്കുക. അപ്പോൾ രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്ത് ഐഡിയപരമായി ചിന്തിച്ച് പുറകിലിരുന്നു. കല്യാണ വീട്ടിലെത്തി ദ്വാരക്കിലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പോൾ കയറിയുള്ളത് പിന്നെ കയറി ഫുഡ് കഴിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് കല്യാണ വീട്ടിൽ അടിച്ച് പൊളിച്ച് പോകാൻ വേണ്ടിയിട്ട് എല്ലാ പെൺപിള്ളേരും കൂടി ബസ്സിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ കുറച്ച് പേര് സാരിയാണ് കേട്ടോ, ഞങ്ങൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ പിന്നെ കല്യാണ സാരി കൊടുക്കണ്ടേ, ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് വെറുതെ ഇരിക്കണല്ലേ, അതുകൊണ്ട് കൊടുത്താണ് കൂടുതലും. അപ്പോൾ അടിച്ച് പൊളിച്ച് പോകണേണ്. ഇത്താത്തൊക്കെ എന്താ പറയുക, വ്യത്യസ്തമായ വൈബാണ്. നമുക്കൊക്കെ അത്ര സ്റ്റെപ്പ് അറിയില്ല, അവർക്ക് അടിപൊളിയായിട്ട് സ്റ്റെപ്പൊക്കെ. ഞങ്ങൾ സ്റ്റേജിന് പോയപ്പോൾ അടിച്ച് പൊളിച്ചാണ്ട പോയത്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇത്രയും ഉഷാറുണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. കൊച്ചിൻ്റെ സൗണ്ട് ഉണ്ട്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ചെക്കൻ നിക്കാഹിന് പോയേക്കണേണ്. അപ്പോൾ നമ്മൾ അപ്പോഴേക്കും എത്തുള്ളൂ എന്ന് ചോദിച്ചാൽ അപ്പോൾ എത്തി. അപ്പോൾ ചെക്കൻ നിക്കാഹ് കഴിഞ്ഞിട്ട് ഉള്ളൂ എന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ടായില്ല. അപ്പം നമ്മളിതേ വന്നു, വെള്ളമൊക്കെ തന്നു, കുടിച്ചു, വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിച്ചു. അയരൂന് പോയി പാലൊക്കെ കൊടുത്തു ഞാൻ ആ ഗ്യാപ്പിന്. അപ്പോഴേക്കും ചെക്കൻ വന്നിട്ട് കാര്യമില്ല, കാർ ആദ്യം നിർത്തിയ സ്ഥലം മാറിപ്പോയി. മക്കളുള്ളതുകൊണ്ട് പകുതിക്ക് പതിക്കാണ്ട് റെക്കോർഡ് ചെയ്യണം പോലും വോയിസ് ഓവർ. ചെക്കൻ ഇറങ്ങാൻ നിന്നിട്ട് ക്യാമറമാൻ പറഞ്ഞാലല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ, താലി കെട്ടാൻ പോലും ചെക്കനെ ക്യാമറമാൻ പറഞ്ഞാലേ കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെക്കൻ കയറിയ ബാക്കിൽ തന്നെ വരിവരിയായിട്ട് കയറി. നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് പിന്നെ അപ്പം തന്നെ സ്റ്റേജിൽ കയറേണ്ടി വന്നിട്ടാ മഹറും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പെണ്ണിൻ്റെ വീട്ടിലെത്തിക്കാൻ ചെക്കൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ സ്റ്റേജിൽ കയറണമല്ലോ. അങ്ങനെ പെണ്ണിനെ കയറ്റി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറിയത്. അപ്പോൾ പെണ്ണിനെ കയറ്റി അവരുടേതായ ഒരു മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ക്ലിപ്പും കാര്യങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറിയത്. നമ്മൾ കയറി പെങ്ങളാണ് ചെക്കന് മഹറൊക്കെ കൊടുത്തു. പിന്നെ മഹറിൻ്റെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മഹർ കെട്ടിയത്. അൽഹംദുലില്ലാ നല്ല ഇതിനെ മഹർ കെട്ടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അയറുവാണെങ്കിൽ സ്റ്റേജിൽ നിന്നിട്ട് സമ്മതിക്കുന്നുണ്ടായില്ല. അയറു പിന്നെ വേഗം എന്താ പറയുക, ഞാൻ കുറച്ച് നേരം നിന്നിട്ട് വേഗം ഇറങ്ങിയായിരുന്നു സ്റ്റേജിൽ നിന്ന്. പിന്നെ അവർ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അയറുവിന് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പോയി ഫുഡ് കഴിക്കാൻ നിന്നു. പിന്നെ എന്താ പറയുക, ഫോട്ടോഷൂട്ട്, അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മളെല്ലാവരും കയറി ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ പോകാനുള്ള ധൃതിയായി. അപ്പോൾ വണ്ടി കയറാൻ വേണ്ടിയിട്ട് അയറു വന്ന സമയത്ത് ഉറങ്ങണമായിരുന്നു, നല്ല ഉറക്കമായിരുന്നു, രാവിലെ എണീറ്റായിരുന്നു. അപ്പോൾ ഇപ്പം വണ്ടിയിലിരുന്ന് ഫുള്ള് എന്തൊക്കെയാണെന്നൊക്കെ നോക്കണേ കേട്ടോ. പോയപ്പോൾ ഈ മക്കൾസാണ് എൻ്റെ പൊന്നും അടിച്ച് പൊളിച്ചത്. 3-4 പേരുണ്ടായിരുന്നു കുട്ടികൾ. ഇപ്പോൾ ഇമ്പ്രൂവിൻ്റെ പ്രായത്തിൽ തന്നെയുള്ള കുട്ടികൾ കുറച്ചുണ്ടായിരുന്നു. അവരെല്ലാം അടിച്ച് പൊളിച്ചു. ഇമ്പ്രൂവിന് അറിയാവുന്ന പാട്ടാണെങ്കിൽ ഇമ്പ്രൂവ് പാടുകയും ചെയ്യാൻ ജസ്റ്റ് സ്റ്റെപ്പ് ഇടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അവൻ അടിപൊളിയായിരുന്നു. ഇത്താത്ത കുറച്ച് നേരം വൈബായിരുന്നു. പിന്നെ അവൾക്ക് ക്ഷീണമായി, കയ്യൊക്കെ വേനെടുത്ത് പിന്നെ അവളെ വയ്യെ നിർത്തി ഒരു ഇരിപ്പായി. പിന്നെ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് വന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളത് ഒരു ഗ്രീൻ വൈബാണ്. ഞാൻ മീൻസ് എൻ്റെ ഫാമിലി, ഉമ്മച്ചി, വാപ്പിച്ചി, ഇത്താത്ത, ഇക്ക അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഗ്രീനായിരുന്നു. അയറൂനാണെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് കുറുക്കൊക്കെ കൊടുത്ത് ഉറക്കിയിട്ട് അവൾക്ക് ചിണുക്കുമായിരുന്നു. പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ ഒരു കരച്ചിലൊന്നും മാറിയത്. പിന്നെ കാർ എടുക്കാനാണ്. ഇപ്പോൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ കാറിൽ കയറി നമ്മളെത്തി പുറകെ തന്നെയാണ് ചെക്കനും പെണ്ണും റിസപ്ഷന് ഫംഗ്ഷന് ഹാളിലേക്ക് വന്നത്. അപ്പോൾ ചെക്കൻ ഈ സൈഡിൽ കൂടി പെണ്ണ് ആ സൈഡിൽ കൂടി ആയിപ്പോയി ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ചെക്കൻ്റെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഈ ചെക്കനും പെണ്ണും കയറിപ്പോയി ഹോളിലേക്ക്. പിന്നെ അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ മക്കൾ ഐസ്ക്രീമിലാളെ കയറി പിടിക്കുള്ളൂ. അപ്പോൾ അയറുവിന് തന്നെ കൊച്ച് വാരി കൊടുത്തു ഐസ്ക്രീം. അതൊക്കെ ഞാൻ മൂത്തുമ്മേണ്ടത് ഞാൻ വെറുതെ ഒരു ഇതെടുത്താണ്. അപ്പോൾ അയറ് കുറേ നേരം ഒക്കെ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഒന്ന് ഇരുത്തി. അപ്പം തന്നെ പിന്നെ ഒക്കെ കയറിയിട്ടാ. അവിടെ ഈ പാട്ടുകാരനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ. അപ്പോൾ അതും ജസ്റ്റ് കാണിച്ചാണ്. ഈ പാട്ടൊക്കെ പിടിച്ച് വൈബായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ കല്യാണം ആഘോഷിച്ചു. അയറൂനെയൊക്കെ പിന്നെ ചെക്കനും പെണ്ണും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അയറൂനെ സ്റ്റേജിൽ കയറ്റി. അപ്പോൾ പാട്ടിനനുസരിച്ച് ചെറിയൊരു തുള്ളലും മക്കളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം എല്ലാ മക്കളും സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ചെക്കനും പെണ്ണിനും എരമല്ലൂർ ഒരു വണ്ടി ഓടിച്ച് ഒറ്റക്കാണ് പോകേണ്ടത്. അപ്പോൾ അവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിൽ കയറിയില്ല, അവരും ഇറങ്ങി. നമ്മളും ഇറങ്ങി. അപ്പോൾ ഇത്രയുള്ള കല്യാണ ശേഷം അടിച്ച് പൊളിച്ച് കല്യാണം കൂടി
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ 3 ദിവസത്തെ കല്യാണം അടിച്ചു പൊളിച്ച വീഡിയോ ആണ്. ഓക്കെ, ബൈ.